ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ബീഫാണ് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോണത്. ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വെല്ലുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാലപ്പൊടികളാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. ബീഫൊന്നും നമ്മൾ ഇട്ടിട്ടുള്ള ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഞാനൊന്ന് മൂടി കൊടുക്കുകയാണ്. ബീഫൊക്കെ വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് ചിക്കനൊന്ന് മസാല തേച്ച് വെക്കുകയാണ്. ചിക്കന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതേപോലെ തന്നെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പം ഇന്നെന്താ വിശേഷം എന്നല്ലേ, ഇന്ന് എൻ്റെ മോള് വലിയ മോള് ഭാബി പോവുകയാണ് അവൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവൾ കുറേ ആയണ് വന്നിട്ട്. ചെറിയ പെരുന്നാൾ കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് വന്നതാണ്. എന്നിട്ട് പിന്നെ മഞ്ഞപ്പിത്തവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റൽ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ റെസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പോൾ പിന്നെ അതുകൊണ്ട് കുറേ ആയിപ്പം വന്നിട്ട്. അങ്ങനെ അന്ന് വന്നതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഇപ്പം പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇടങ്ങേറുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളെ മക്കൾ നമ്മുടെ അടുത്ത് നിന്നാണ്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണല്ലോ. എത്ര സുഖമുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ അടുത്ത് നിന്ന് അവരാണ്ട് പോകുമ്പം അവരവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനും വൈഫും പിന്നെ അവിടുത്തെ അവരെ ഉപ്പയാണ് വരുന്നത്. അവരെ മക്കളും ഉണ്ട് കൂടെ. അവിടെ ഹസ്ബൻഡിന് താല്പര്യമില്ല കേട്ടോ അങ്ങനെ വീഡിയോയിലൊന്നും വരുന്നത്. അവരെ വീട്ടുകാർക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. പിന്നെ വൈകുന്നേരം ആകുമ്പം ചോറൊന്നും കൊടുക്കണ അത്ര ഇതില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ പത്തിരിയും കറിയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പത്തിരി പൊറോട്ടയൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു കേട്ടോ. കറിയും ബീഫും ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ കറിക്കുള്ള ഇതൊക്കെ നോക്കുകയാണ്. ഇവിടെ ജുനക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം കേട്ടോ. അവൾ ജുന ഓളെ കൂടെയാണ് കിടക്കൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. നമ്മളെ മക്കൾ എത്ര വലുതായാലും നമുക്ക് അവർ എപ്പോഴും ചെറിയ മക്കളാണല്ലോ അല്ലേ, ചെറിയ കുട്ടികളാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോയതുകൊണ്ട് പിന്നെ പറഞ്ഞേക്കാതിരിക്കാനും പറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിച്ചു വെക്കുന്നത് ശരിയല്ലല്ലോ. നമ്മളൊക്കെ ഇങ്ങനെ പോരുമ്പോൾ നമ്മളെ ഉമ്മമാരൊക്കെ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവില്ലേ. അപ്പോഴാണ് നമ്മൾ അതൊക്കെ കുറിച്ച് ആലോചിക്കണത്. നമ്മളൊരു ഉമ്മ ആകുമ്പോഴാണല്ലോ നമ്മളെ ഉമ്മമാരെന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്, നമുക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യണത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ ആദ്യമായിട്ടാണ് ഇത്ര തോനെ നിൽക്കുന്നത് ഇവിടെ.
അല്ലെങ്കിൽ വന്ന ഒരു മാസം ഇവിടെ, പിന്നെ അവിടെ പോയാൽ ഇവിടെ ഒരു മാസം, അങ്ങനെയാണ് നിൽക്കാറുള്ളത് ഇതുവരെ ആയിട്ടും. അപ്പം സുഖമില്ലാത്തത് കൊണ്ട് ഇത്ര കുറച്ച് കൂടുതൽ നിന്നിട്ടുണ്ടായിരുന്നു. ഇവർ 3 പേരും സ്കൂളിൽ പോയാൽ പിന്നെ ഞാൻ ഒറ്റക്കായിരുന്നു. അപ്പോൾ എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു അവളെ. ചിക്കനൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ വറുത്തിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ അരച്ചിട്ട് ഞാൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറവിട്ടെടുക്കുക. അപ്പോൾ വറവിട്ടത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം അതൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വരട്ടി മാതിരി ആക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരട്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനും ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്ത് കോരിയെടുക്കുകയാണ്. അത് 2 പ്രാവശ്യമായിട്ട് ചിക്കനും പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ആ ഓല് വരുമ്പോൾ ഓൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ബൂസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ ഉള്ളതല്ല, അപ്പം ഒന്ന് ചൂടാറുകയും ചെയ്തോളും. കുട്ടികൾക്കുള്ള വേറെ ഒഴിച്ച് വെച്ചാൽ മതിയല്ലോ ചൂടാറാൻ. അപ്പോൾ ഞാനതും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പാല് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ബൂസ്റ്റിൻ്റെ പൊടിയൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബൂസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ മതി. അതിനുശേഷം പിന്നെ ചായക്കാണ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത്. ചായ പാലും കൂടി വെച്ചിട്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ച് പൊടിയിട്ടതിന് ശേഷം ഞാനതൊന്ന് അത് ഇതേപോലെ തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഇട്ടതിന് ശേഷം. അപ്പോൾ പിന്നെ ഓല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മക്കൾ ഇതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഋഷുവിൻ്റെ ജിന്നിൻ്റെ കൂടി നല്ല കളിയിലാണ് അവർ. അങ്ങനെ പിന്നൊക്കെ ഒന്നും കൂടെ ഞാൻ ചൂടാക്കി എടുക്കുകയാണ് ബീഫും കറിയൊക്കെ.
പത്തിരിയും പൊറോട്ടയൊക്കെ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ക്യാമറൻ്റെ മുന്നിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. കറിയൊക്കെ 2 പാത്രത്തിലേക്ക് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതും പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ബീഫ്. ബീഫും 2 പ്ലേറ്റിലാക്കിയിട്ടാണ് എടുക്കുന്നത്. ചായയും കൂടി ജഗ്ഗിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ ടേബിളിലേക്ക് എടുത്ത് വെക്കണം. അത് ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ അവർ ചെറിയ മോളാണ്. അപ്പോൾ അവൾ ഊഞ്ഞാലിൽ ആടുകയാണ് ജുനൻ്റെ. അപ്പോൾ ആ സാധനമൊക്കെ ടേബിൾ മേൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ശേഷം പിന്നെ ചായ കുടിച്ചിട്ട് അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. കാരണം നമ്മളത് കാണിച്ച് ചിലപ്പോൾ അവൾ കരഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമ്മളതൊന്ന് കാണിക്കാതിരുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.